സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ എവിടെ ബോംബിട്ടു അല്ലെങ്കിൽ ഇസ്രായേലിൽ ബോംബിട്ടു ഇതൊന്നും അവർക്ക് വിഷയം. അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോ സിലിണ്ടർ കിട്ടും, എന്തുകൊണ്ട് സിലിണ്ടറിന് താമസമുണ്ടോ, അതിന് വില കൂടുമോ, അല്ലെങ്കിൽ എന്തൊക്കെ ഞങ്ങൾ ചെയ്യണം. ഈ ഓരോ ഗ്യാസ് ഏജൻസിയിലും മസ്റ്ററിങ് എന്നൊരു സംഭവം ഉണ്ട്. KYC നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് KYC അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പേയ്മെന്റ് കിട്ടില്ല. ഈ മസ്റ്ററിങ് ചെയ്യണം. OTP സിസ്റ്റത്തിൽ കൂടിയാണ് ഇപ്പോൾ സിലിണ്ടേഴ്സ് കിട്ടുന്നത്. ടു എൻഷുർ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ദ സിലിണ്ടർ. അത് ഈ പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ച് ആണെങ്കിൽ ചിലപ്പോൾ OTP കിട്ടുന്നുണ്ടാവില്ല. അത് വിളിച്ചു പറഞ്ഞ് അത് ആ സിലിണ്ടർ മേടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഈ ഇന്ത്യയിൽ തന്നെ ഉള്ള എല്ലാ റിഫൈനറികളും 30% പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ട് LPG യെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ LPG അവൈലബിലിറ്റി കൂടിയിട്ടുണ്ട്. ആ LPG അവൈലബിലിറ്റി കൂടിയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ ഡൊമസ്റ്റിക്കിന് ഇഷ്യൂ ഇല്ല. ഡൊമസ്റ്റിക് കിട്ടാനായിട്ട് ബില്ല് ചെയ്തതിന് ശേഷം ഒരു 25 ദിവസം വരെ കഴിഞ്ഞതിന് ശേഷം ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്താൽ ഉടനടി വീണ്ടും നിങ്ങൾക്ക് കിട്ടും. അത് ബുക്ക് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അത് വേണ്ട വിധത്തിൽ നിങ്ങളുടെ താല്പര്യത്തിന് നിങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് വരും. കൊച്ചി റിഫൈനറിയിലെ ഒരു ദിവസം 4000 ടണ്ണാണ് ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ. അത് പ്രൊപ്പൈൻ എന്ന് പറഞ്ഞൊരു സാധനം കൂട്ടി ഇപ്പൊ 4500 ടണ്ണ് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ 7 കമ്പനി ബോട്ട്ലിംഗ് പ്ലാന്റ് ഉണ്ട്. 3 IOC, 2 HPC, 2 BPC. അതുകൂടാതെ ഒരു 5 പ്രൈവറ്റ് ബോട്ട്ലിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്, പ്രൈവറ്റ്. അത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ്. അപ്പൊ ഇവിടെ ഈ ഫില്ലിങ്ങിനോ പ്രോഡക്റ്റ് അവൈലബിലിറ്റിക്കോ ഇഷ്യൂ ഇല്ല. പിന്നെ IOCയുടെ ഒരു ഇമ്പോർട്ട് ടെർമിനൽ വെല്ലിംഗ്ടണിൽ പുതുവൈപ്പിനിലുണ്ട്. അത് അങ്ങയുടെ ഒരു ചിന്തയിൽ, അതായത് ഇപ്പൊ ഈ യുദ്ധം എന്ന് അവസാനിക്കുന്നു നമുക്കൊരു പോകില്ല. അപ്പൊ നമുക്ക് എത്ര ദിവസം സമാധാനമായിട്ട് കഴിയാൻ പറ്റും? ഈ വീട്ടമ്മയ്ക്ക് ഉറക്കം കിട്ടണം. നമ്മൾക്ക് 42 സോഴ്സ് ഉണ്ട്. ഈ ഇറാനിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ ഗൾഫ് ഏരിയ നിന്ന് മാത്രം ഇത് വന്നുകൊള്ളുന്നില്ല. ഈ സൈഡിൽ നിന്ന് സിംഗപ്പൂർ, ആ സോഴ്സ് കൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റും എന്നാണ് നമുക്ക് പ്രൊവൈഡഡ് 2 മാസത്തെ സ്റ്റോക്ക് ഉണ്ട്, ബഫർ സ്ട്രാറ്റജിക് റിസർവ് ഉണ്ട്. അതുകൂടാതെ ഈ 42 രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്ട്രാറ്റജിക് റിസർവ് എന്ന് പറയുന്നത് പെട്രോളിയം ആണോ LPG ആണോ? ക്രൂഡാണ്. LPGക്ക് LPG ടാങ്കേജ് സ്റ്റോറേജ് കുറവായിരിക്കും. അത് സ്റ്റോറേജ് ചെയ്യാനായിട്ട് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അതൊരു കാരണവശാലും പറ്റില്ല. ഇപ്പൊ ഈ വീട്ടമ്മയുടെ ആശങ്ക അകലണമെന്നുണ്ടെങ്കിൽ യുദ്ധം ഗ്യാസ് ആവണം. അപ്പോൾ വീട്ടിലെ ഗ്യാസ് വരും. യുദ്ധം ഗ്യാസ് ആവാതെ ഗ്യാസ് ആവണമെങ്കിൽ ട്രംപ് ഗ്യാസ് ആവണം. റെഡി. ഇത്രയൊക്കെ പ്രൊഡക്ഷൻ ഉണ്ട് എന്ന് ഇവർ പറഞ്ഞാലും ഞങ്ങൾക്ക് 25 ദിവസമാണ് ഇപ്പൊ നോർമൽ ബുക്കിംഗ് ടൈം പറഞ്ഞേക്കുന്നത്. അത് ഒരു 45 ദിവസത്തിലേക്ക് എക്സ്റ്റെൻഡഡ് ആയിട്ടുണ്ട്. സോ ഒരു സിലിണ്ടർ ഞങ്ങൾക്ക് 45 ദിവസം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വീട്ടമ്മമാര് വീട്ടിലുണ്ടോ? അതങ്ങനെ എല്ലാ വീട്ടിലും ഉണ്ടാവില്ല. എന്റെ വീട്ടിലുണ്ടാകാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.